ഹലോ ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും ഞാൻ മരിച്ചു ഗൈസ്. എൻ്റെ അയൺ ആർമർ വീണ്ടും പോയി. അങ്ങനെ ഞാൻ വീണ്ടും എടുത്തു. നേരത്തെ മൈനിങ്ങിന് ശേഷം ഞാൻ കുറച്ച് അയണൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫുഡിൻ്റെ കാര്യവും ഞാൻ ഇതാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പുത്തം പുതിയ വാളം ചാക്കൊക്കെ വെച്ചിട്ട് നമുക്ക് പോവാം ഗൈസ്. ഓക്കെ, ഇനി നമ്മളെന്താണ് ചെയ്യാനുള്ളത്? ഇനി ഗൈസ് എന്താണ് ചെയ്യാനുള്ളത്? സ്റ്റെപ്സ്. ഇനി നമ്മൾ സ്റ്റെപ്സാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ മൈനിങ് ചെയ്ത് കിട്ടിയ കോബിൾ സ്റ്റോണും ഡീപ് സ്ലേറ്റ് അതൊക്കെ വെച്ചിട്ട് നമുക്ക് കുറേ മറ്റേതങ്ങ് ഉണ്ടാക്കാം. അതായത് വേറൊരു സംഭവം ഉണ്ടല്ലോ, മറ്റേ ചരിഞ്ഞയിൽ മറ്റേ സ്റ്റേഴ്സിൽ പോട്ടും കഷ്ടപ്പെട്ട് മൈൻ ചെയ്തെടുത്തേണ്. ഞാൻ കുറച്ച് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പോയത്. ഓക്കെ, അപ്പോൾ ഇതാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം കേസ്. അതോ ഞാൻ വേറെ വല്ലതും ഉണ്ടാക്കണമായിരുന്നോ? വേറെ വല്ലതും ഉണ്ടാക്കട്ടെ. വേറെ നല്ല ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ. ഇനി നമുക്ക് ഇങ്ങനെ വെച്ച് പോവാം. എന്താണ് അവിടെ ഇരിക്കാത്തത്? വെച്ച് പോവാം. ഓക്കെ, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ അത് നമ്മൾ മൈൻഡ് ചെയ്ത് എടുക്കും ഗൈസ്. ഓക്കെ എന്നിട്ട് ഇതിങ്ങനെ വെക്കണം. വെക്കണം. എന്നിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഈ ഡീപ് ലൈറ്റ് ഇവിടെ നിന്നിങ്ങനെ വെക്കണം. എന്നിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഡീപ് ലൈറ്റ് എടുക്കണം. എന്നിട്ട് അങ്ങനെ ആക്കണം. ഇനി ഡീപ് ലൈറ്റിൻ്റെ ആവശ്യമില്ല അല്ലേ? ഇനി മുകൾ ഭാഗമായില്ലേ? ആണെങ്കിൽ ഒരു ലെയർ വെച്ചാണെന്ന് വേണ്ട, അത്ര മതി. ഞാൻ തന്നെ ഇത് വെച്ച് വയ്ക്കുന്നു. നമ്മൾ ഇതുവരെയായിട്ടും ഇത്ര അയണൊക്കെ കിട്ടി, പക്ഷെ ഒരു ബക്കറ്റ് ഉണ്ടാക്കിയില്ല. ഒരു ഒരു കത്രിക പോലത്തെ സാധനം അത് വെച്ചിട്ട് ഇതിൻ്റെ ലീവ്സൊക്കെ, ഈ ട്രീയുടെ ലീവ്സൊക്കെ എടുക്കാമെന്ന് പറയുന്നതായിട്ട് അത് വെച്ചൊക്കെ നമുക്ക് നല്ല മനോഹരമാക്കി തന്നെ നമുക്കൊരു വീട് പണിയാം. പിന്നെ താഴെ വേറൊരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. അത് താഴെ ഞാനൊരു ചെറിയൊരു കിടുക്കാച്ച സാധനം കൂടെ ഏർപ്പാടുന്നുണ്ട്. ഇങ്ങനെയാണ് എന്നിട്ട് ഇപ്പം നമുക്ക് ഇവിടുന്ന് ഇനിയിപ്പം അങ്ങ് വരെ പോകണമല്ലോ. അതുകൊണ്ടല്ലേ മറ്റേ ട്രേഡർ. ഓക്കെ, ലെറ്റ്സ് ഗോ. നീ എന്തൊക്കെ തരും മോനെ? എന്തൊക്കെ തരും? സോറി, എന്നെ തുപ്പരുത്. തുപ്പിക്കാം. തുപ്പ്. അവനെ പിടിക്കും. ഇതേ സാധനമല്ലടാ നീ. അല്ല, തിളങ്ങുന്ന പിക്കാക്സ്. എന്തൊരു എഫക്റ്റിനെസി 5 വേണ്ടടാ, എനിക്കതൊന്നും വേണ്ട. അത് നല്ലതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. മെൻഡിങ് ഐറ്റം വല്ലതും ആയിരുന്നെങ്കിൽ ഞാൻ എടുത്തേനെ. മെൻഡിങ് ഇവിടെ ഉണ്ടോ വലിയ ഗുഹ? ഞാൻ മറന്നുപോയി. പിന്നെ സ്കൂളൊക്കെ തുറന്നില്ലേ? അങ്ങനെ ഉണ്ടായിരുന്നു, അടിച്ചു പൊളിച്ചില്ലേ? ഇനി നമ്മളാ സ്കൂളൊക്കെ തുറന്ന് നല്ലോണം പഠിക്കണേ മക്കളെ, എന്നോടും. ഓക്കെ, എന്തിരി 2 പേര്. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. അതായിരിക്കും സ്റ്റോൺ കട്ടർ. ഇതെടുത്ത് ഇങ്ങോട്ട് വയ്ക്കുമ്പം
ഇങ്ങനത്തെ സാധനമായിരുന്നു നമ്മൾ. ഇങ്ങനത്തെ സാധനം. ഇത് കുറച്ച് അത്യാവശ്യം വേണം ഗൈസ്. നമുക്ക് ഇത് കുറച്ച് അത്യാവശ്യം വേണം. ഓക്കെ, ഇത് കുറച്ച് അത്യാവശ്യം വേണം. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. രാത്രി ആവാറായി, അപ്പം ഞാൻ ഓടിപ്പോട്ടെ. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. ഇതാണ് പറയുന്നത്, വീട്ടിൻ്റെ അകത്തിരിക്കണേ, ഇരിക്കണേന്ന്. വീട്ടിൻ്റെ അകത്ത് സുരക്ഷിതമായി ഇരിക്കുക, അതാണ് എല്ലാവരും പറയുന്നത്. ഇരിക്കുന്ന കണ്ടോ നമ്മളെ വീടിൽ കുറച്ച് ടോർച്ച് പിടിച്ച് വെപ്പിക്കണം, എന്നാലേ നമുക്കൊരു കാണാൻ ഒരു ഭംഗിയുള്ളൂ. പിന്നെ കുറച്ച് അയണും എടുക്കണം. നിങ്ങളുടെ മൈനിങ്ങിന് പോകണം. എനിക്ക് വയ്യ. എന്താണ് മൈനിങ് എപ്പോഴും മൈനിങ്. മൈനിങ് പറയുന്നൊരു സാധനം ഇല്ലായിരുന്നെങ്കിൽ. ഓക്കെ, ടങ് 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 ടങ്. ഇത്രയൊക്കെ മതി. ഇത്ര മതിയായിരിക്കും അല്ലേ? മതിയാവുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നോക്കട്ടെ. ഇവിടെ എൻ്റെ ഒരു സ്റ്റോറേജ് റൂം ആക്കാം. ഇവിടെ സ്റ്റോറേജ് റൂം ആക്കണോ എന്തരാക്കണം എന്നൊരു സംശയം. അയ്യോ, അവിടെ വെച്ച് പോയി. ആനിട്ട് സാരമില്ല. അയ്യോ, ഇവിടെ ഞാൻ പെട്ടുപോയല്ലോ. ചേടാ, ഇതെന്തിനാടാ ഇത്? ഇതും കൂടെ പൊളിച്ചു. ഓക്കെ. അയ്യോ, എല്ലാ അബദ്ധം. എല്ലാം അബദ്ധം ഗൈസ്, അബദ്ധം. ഇപ്പോൾ ഒരു അബദ്ധം കാണിച്ചേനെ. ഇനി ഇവിടെ ഫുള്ള് നിരത്തി വാരി ഏതെങ്കിലും ഒരു ഇത് വെക്കണം. എന്നിട്ട് ഇവിടെ ഒരു തടയും കൂടെ വെക്കണം ഗൈസ്, അല്ലെങ്കിൽ നമ്മൾ ചെന്ന് വീണ് പോകും. ഓക്കെ, നമ്മൾ കറക്റ്റ് ആ ഒരു ബെഡിൽ. ഓക്കെ, സെറ്റ്. ഈ ഒരു സാധനം ഉണ്ടാക്കിയാലും മതി, 6 പറ്റത്തില്ല. ഫി പങ്ക്. അതങ്ങനെ വയ്ക്കണോ? അങ്ങനെ വെച്ചപ്പോൾ ഒരു രസമില്ല. ആ രസം അങ്ങ് മാറ്റാം. അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ തടയും. കുറച്ച് കൂടുതൽ ഉണ്ടാക്കാം. ഇത്രയൊക്കെ മതി. 27 മതി. 27 ധാരാളം. ഇനി കുറച്ച് സ്റ്റോണൊക്കെ വേണം. ഓക്കെ, ഇതിങ്ങനെ വെച്ച് പോയാൽ മതി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന മറ്റേ എത്തക്കയോന്ന് പറഞ്ഞിരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ രീതിയിലിരിക്കട്ടെ. ഓക്കെ, ഇനി ഈ ഡീപ്പ് സ്ലേറ്റ് ഇതിൻ്റെ അറ്റം വെക്കണം. ഡീപ്പ് സ്ലേറ്റ് ഒന്ന് കട്ടറാക്കണം. നമുക്കൊന്ന് വീട് വരെ പോവേണ്ട ആവശ്യം വരും. അതാണ് ഗൈസ് എനിക്ക് തോന്നിയ മറ്റേവനെയും കൂടെ ഒന്ന് കൊണ്ടുവരാം. പക്ഷേ മറ്റേവനെ കുറ്റിയിടുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ലാവ ഇതിനകത്ത് ചെന്ന് വീഴണമല്ലേ? വാവ്. ഒരു കാര്യം ചെയ്യാം. തൽക്കാലം നമുക്ക്
ഇവിടെ നിന്ന് ഈ ഒരു ബ്ലോ ഇതങ്ങ് വെച്ചെടുക്കാം. എന്നിട്ട് ഇവിടെ ഒരു ഇതങ്ങ് വെച്ചെടുക്കാം. ഹാപ്പി. എന്ത് പിന്നെ അങ്ങനെ കൊണ്ടുപോവാം. പനി പോ ഇപ്പോഴേ പോകണ്ട, വെയിറ്റ് ചെയ്ത് നീ ഇവിടെ നിൽക്കണം. ഇങ്ങോട്ടൊന്ന് ഇറങ്ങി ഓടിക്കളയരുത്. എന്താ ഒരു അരസ്റ്റാക്ക് എടുത്തേക്കാം. ഏതാണ് നല്ലത്? ഈ പോളിഷ്ഡ് മതിയല്ലേ? പോളിഷ്ഡ് അല്ലേ നല്ലത്? പോളിഷ്ഡ് അല്ലേ നല്ലത്? അത് മതി. ഓടിക്കളഞ്ഞ് ഇതോ പോണം. ഇവൻ്റെയൊക്കെ കാര്യമേ. ഗൈസ് പോവാം. പുടും 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 ചാടാ. സൗണ്ട് കുറച്ച് ചാടും. പിന്നെ എവിടെ കെട്ടിയിട്ട് ഇതാ ഇവിടെ കെട്ടിയ ഈ വിളിക്കിട്ട് കിട്ടിയ. ഓക്കെ, ഞാൻ 2 എണ്ണം ഇവിടെ വെച്ചിട്ടുണ്ട്. കേട്ടാ മോനെ? അതിന് നിന്നെ കെട്ടിയെടുത്തു. അയ്യോ സോറിടാ മോനെ. ചുമ്മാ ഇതാ ഇവിടെ കെട്ടിയിട്ടുണ്ട്. ഇവിടെ ഇറങ്ങി പോകണം. ഞാൻ ജോലി കഴിഞ്ഞിട്ടൊക്കെ വരട്ടു. ഇനിയും വേണമെന്ന് തോന്നുന്നു കേട്ടോ. ഇത്രയൊന്നും ആവശ്യമില്ല. ഇത്രയൊന്നും തികയത്തില്ല. പക്ഷേ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. വേറെ ഏതൊക്കെ സ്റ്റോൺ ഉണ്ടായിരുന്നു? അപ്പോൾ ഒന്നുകൂടെ പോയിട്ട് വരാം. ഒന്നുകൂടെ പോയിട്ട് വരാം. വാ പോവാം. ഒരു ബ്ലാക്ക് കുതിര കിട്ടി എന്തായാലും. അയ്യോ സോറിടാ, ഇന്ന് ഞാൻ നിന്നെ അടിച്ചു പോയടാ. സോറിടാ മുത്തേ, സോറി. എന്നാലേ ഇതൊക്കെ പറഞ്ഞാൽ കേൾക്കത്തുള്ളൂ. ഒരടിയെങ്കിലും കൊടുക്കണം. ഫുള്ള് ആക്കാം, ഒരു ഫുള്ളങ്ങ് എടുക്കാം. ഓക്കെ, ഫുള്ളങ്ങ് ആക്കാം. നീ ഇതാ 17 കൂടെ. അയ്യോ മരം. ഒരു സ്റ്റാക്ക് എടുത്തേക്കാം. വാ ഇപ്പോൾ എൻ്റെ പൊന്നോനിപ്പോൾ എങ്ങനെ പോന്നാണ് പ്രാന്ത്. ശേ ഗൈസ്. ഓക്കെ, അതെങ്ങനെയാ? ഈ ഒരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചെയ്തേലേ. വീട്ടി ഇങ്ങനെ ആക്കുമ്പോൾ ഏടാ മോനെ. ബാബുവാ ഇപ്പൊ പോയാലേ പറ്റത്തുള്ളൂ. ലെറ്റ്സ് ഗോ. വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല ഗൈസ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിത്തമല്ലേ ഗൈസ്. പഠിത്തമൊക്കെ ആയി. നീ പഠിത്തത്തിലോട്ട് ശ്രദ്ധ കൊടുക്കണമെന്നൊക്കെ എൻ്റെ ഉമ്മായും പാപ്പായൊക്കെ പറഞ്ഞ്. യെസ്, ഞാൻ കൊടുത്തിരിക്കും. ഇങ്ങോട്ട് വാടാ. ഓക്കെ, എല്ലാവർക്കും സന്തോഷമൊക്കെ തന്നെ തോന്നണം.
നിങ്ങളാരും കാണുന്നില്ല. സത്യം, നിങ്ങളാരും കാണുന്നില്ല. വിഷമമുണ്ട് കേട്ടോ, വിഷമം. എനിക്ക് വിഷമമുണ്ട്. അയ്യോ, ഇത് തന്നെ ഇടണം. ഇവിടെ ഞാൻ വുഡാണ് ഇടാൻ തീരുമാനിക്കുന്നത്. ഏത് വുഡ് ഇടും? സാധാ ഓലോ ഇടാം, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. സാധാ ലോകോ അവിടെ ഇതിൻ്റെ നടുക്കായിട്ട്. ഇവിടെ ഞാൻ ആ താഴെ കാണുന്ന സാധനമുണ്ട്. ഈ ഒരു സാധനം ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം. അവിടെ ഒന്ന് അടയ്ക്കണമല്ലോ. ഞാൻ അങ്ങോട്ട് ഇവിടെ നിന്ന് എന്തായാലും അടയും, അത് വേറെ കാര്യം. ഇവിടെ നിന്ന് ഇങ്ങനെ അടഞ്ഞ് കിടക്കും. ഇവിടുന്ന് ഇങ്ങനെ കിടക്കട്ടെ അല്ലേ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, വെയിറ്റ് ചെയ്യും. അനിയൻ വന്നിരിക്കുന്നു നമ്മുടെ കൂടെ. എന്താ അനിയ, സുഖം തന്നെ അനിയ? പിന്നെ ഓക്കെ, ഒരു ഫിത്തി പണിഞ്ഞ് ഫിത്തി. ഇപ്പൊ എന്താടാ ഇങ്ങനെ? എന്തൊരു വീട്? ഇവിടുന്ന് അത് ചുമ്പാളി വീട്. ചുമ്പാളി വീട്? ഹായ് ചുമ്പാളി വീട്. എന്താണ് ചുമ്മാളി വീട്? നിങ്ങളെയാണോ ചുമ്മാളി വീട്? ഓ, നിങ്ങളെയല്ല. ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ. എൻ്റെ കൈ നീ എന്തിനുണ്ടോ പറയുന്നു? അവൻ്റെ കൈ ഞാൻ അല്ലേ പറയുന്നു. എൻ്റെ കൈ മുറിഞ്ഞു. എൻ്റെ കൈയല്ല. ഓ വെയിറ്റ്, നീ എന്ത് ചെയ്യാ? വുഡ്. എടാ നിന്റെ എന്തോക്കളെ എന്താ കുഞ്ഞാണ്. പിന്നെ കുഞ്ഞിനെ എങ്ങ വിളി. ആരണോ അവൻ? അത് ഫുഡല്ല മോനെ. നീയാണ് ഫുള്ള് ഇപ്പം ഗൈസ്. ഇവനാണിപ്പം കൂടുതൽ സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നില്ല. എനിക്കൊരു സംസാരിക്കാൻ ഒരു അവസരം തരൂ. തരും. നീ തരൂ. നീ തരൂടെ. ഞാൻ തരൂ. നീ കണ്ണാടിയിലോ അല്ല കണ്ണിലോ? ഞാൻ ഇത് ഒരു 60 നീ ഇത്തി മിണ്ടാതിരുന്നാണ് ഞാന്. കണ്ണിലല്ല മൂക്കില്. നീ പോടാ. താഴത്തെ ചെസ്റ്റ് ഇനി കുറേ വേണം. ചെസ്റ്റ് വേണം, ബാരൽ വേണം. അയ്യോ, ഇനി 64 ഈ വുഡ് വേണം. ഈ ടൈപ്പ് വുഡ് വേണം ഗൈസ്. ഈ ടൈപ്പ് വുഡ്. നീ കേബിളിലൊക്കെ ഇറങ്ങണം ഗൈസ്. പിന്നെ വേറൊരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഗുഹ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോറി ഗൈസ്, ഇനി ഞാൻ കേവെന്നേ പറയത്തുള്ള ഗൈസ്. കുറേ പേര് പറഞ്ഞായിരുന്നു നീ കാണൂലേ, നീ എൻ്റെ ഗെയിം കളിക്കുന്ന, നീ മൈൻക്രാഫ്റ്റ് ഉണ്ട്. ഞാൻ നിന്റെ ഗെയിം എവിടെ നിന്ന് കളിച്ചു?
ആ നിന്റെ എല്ലാം മറ്റേ GT എന്തിന് ഇന്ത്യൻ ബൈക്ക് 3D ഞാൻ കളിച്ചു. അതിൽ ഞാൻ എയറോപ്ലെയിൻ ഓടിച്ചേ കളിച്ചുള്ളൂ. അല്ല ഇതുപോലെ ഞാൻ മൈനിങ് ഒന്നും ചെയ്യില്ല. GTA 5 അല്ലടാ DNA 5. GTA 5 അല്ലടാ GTA 5 അല്ലടാ DNA 5. എനിക്ക് പോടാ ഇതാ കാണണം. ചാർജും തീരാറായല്ലോ. 64 വുഡ് ടൈപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ 64 വുഡ് ടൈപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ എന്താ പറയുന്ന ചുണ്ണാണിയ? നിന്നെ ഞാൻ ഇപ്പൊ നോക്കിക്കോ. ഞാൻ നോക്കിക്കോ. കിട്ട് ഷേടാ തലങ്ങണിയല്ലടാ ബെഡ്. അതങ്ങനെ കിട്ട്. കിട്ടി. മണ്ടയിലോട്ട് നോക്കുമ്പം ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അതെന്താ അങ്ങനെ ഇരിക്കുന്ന? ഇത് ചെയ്താൽ മതി. മറ്റേ വെട്ടിക്കീറിയാൽ മതി. ഓക്കെ വെട്ടിക്കീറാം. 31 ഡേ ആയി ഗൈസ്. അങ്ങനെ നമ്മൾ കളിച്ചതിൽ 31 ഡേ കഴിഞ്ഞു. ഓക്കെ ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുക്കാം. ഇനി അവിടുന്ന് കിട്ടുമെന്തോ, എനിക്കതാണ് പേടി. അവിടുന്ന് കിട്ടണേ. ഇനി 2 വരിയും കൂടെ ഉണ്ട്. എത്തണേ. എത്തും, മിക്കവാറും എത്തും. ഞാൻ അവിടെ തന്നെ കൊണ്ടുവച്ചു. മിക്കവാറും എത്തുമായിരിക്കും. ഇരുട്ടിൽ മൂടിയ ജീവിതം. ചിലപ്പം കിട്ടും. ചിലപ്പോൾ കിട്ടും. ടം 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 ടം. അയ്യോ നൈറ്റായോ? തീ എടുക്കാം. നീത്തി മിണ്ടാതിരുന്നാലേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റും. ഞാൻ പോയിട്ട് ഒരു മരം വെട്ടി ഇനി അടുത്തത് നമുക്കൊന്നും കൂടെ കുറച്ച് മരം വേണം. അതിനൊരു 1/2 സ്റ്റാക്കെങ്കിലും വേണം. ലെറ്റ്സ് ഗോ. മരം വെട്ടിട്ട് വരാം. അപ്പത്തേക്ക് മരം വെട്ടി നല്ല വീട് സുന്ദരനായ വീടാവും. വീട് ചായ കിടുക്കാച്ചി. നീ മിണ്ടാതിരുന്ന ഒരു ഫോർവേഡ് ഇല്ലാത്ത കാര്യങ്ങൾ പറയാതെ. പൈസ അത് കഴിഞ്ഞിരുന്ന് പഠിക്കണം. എന്ത് നാലല്ല മരം ഇട്ടിട്ടാണ് ഇങ്ങനെ. നീ അല്ലേ ആക്കിയ? ഇപ്പൊ നീ അല്ലേ ആക്കിയ? ഇപ്പൊ ആക്കിയല്ലേ? தம்பி கீழே இறங்குப்பா ப்ளீஸ். கீழே இறங்குப்பா ப்ளீஸ். உத்திலங்கு ப்ளீஸ் ப்ளீஸ். உத்திலங்கு ப்ளீஸ் ப்ளீஸ். உத்திலங்கலடா ഹിമാചലഗ്. എൻ്റെ ഉത്തിലങ്ങ്. കുത്തിയിലിറങ്ങാന് കുത്തിയിലല്ലടാ. എടാ കീഴെ ഇറങ്ങെന്ന് പറയടാ, കുത്തിയിലിറങ്ങെന്ന് പറയാതെ. കീഴിലിറങ്ങാന്. കീഴെ ഇറങ്ങുപ്പാ.
നീ കണ്ണാടിയിലോ കണ്ണാടി അവന്റെ കണ്ണാടി അല്ലടാ. ഓ ഓ ഇവനാ അത്ര ഞാനൊരു കാര്യം ചെയ്യാൻ പോകുന്നത് ഞാൻ കുതിരേനെ മാറ്റാൻ പോണു. എനിക്ക് ബ്ലാക്ക് കുതിരേനെ വേണ്ട, വൈറ്റ് കുതിരേനെ മതി. വാടാ വാടാ. എൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട്, ഇനി നീ ഇടണ്ട. നീ പണ്ടത്തത് നിന്നെ ഞാൻ ഫ്രീ ആയിട്ട് വിടുന്നു. വിത്തിയല്ല, നീ ഇത്തി മിണ്ടാതിരുന്നാണ്. അതാണ് ഞാൻ പറഞ്ഞ ഭിത്തിയിലിറങ്ങാനാണ്. ഞാൻ നല്ല വെള്ള വെള്ള കുതിരേനെ എടുക്കാൻ പോകും. എടി നീ ആണ്ട്രി ഇനി എൻ്റെ മയിൽ വാഹനം. വാടാങ്ങോട്ട്. അടബുമ്മാലേ ഫീൽ വട്ടിൽ തീർക്കും ക്ലൈമാക്സ് ടൂ. ഓ നമ്മൾ രണ്ടുപേരും ഒരേ ചേർച്ച അല്ലേടാ. നോക്ക് ഒന്ന് നോക്ക്. നീ കൊണ്ടുപോ ഒരാ സീന് കേട്ടോ, സീന്. നീ നിനക്ക് ഞാൻ താണ്ട ഒരു സർപ്രൈസ് ഉണ്ട് എൻ്റെ കയ്യിൽ. സെറ്റ് സർപ്രൈസാ. നീ വളർന്ന് വലുതാവും എന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ ലെറ്റ്സ് ഗോ. അയ്യോ വെട്ട ഇരുട്ട്. ഇരുട്ട് കേട്ടാ, നീ പറഞ്ഞ ഇരുട്ട്. പങ്കിട്ടാണ് കേട്ടാ, പങ്കീത്തെങ്കിൽ നീ മിണ്ടാതിരി. പങ്കീത്തേ എനിക്ക് കുറേ വേണം. കുറേന്ന് വെച്ചാൽ കുറേ വേണം ഗൈസ്. വുഡ് ഉണ്ടെങ്കിലേ കാര്യം നടക്കത്തുള്ളൂ. ഓക്കേ. ഓ രാത്രി ആവാറായി. ഇനി എവിടെയാണോ എന്തോ ഞാൻ ചെന്ന് കയറണം. ലെറ്റ്സ് ഗോ. വീണ്ടും മണ്ടയ്ക്കോട്ട്. ഇനി ഇവിടുന്ന് ഇങ്ങനെ പോണം. ഓ പറയുന്ന പോലെ തന്നെ മറ്റേ ടൈപ്പ് വുഡും വേണമല്ലോടെ. ഷേടാ ഇതുപോലെ ഇവിടെയും വെക്കണം. എന്നാലും പകുതി വരെ ചെയ്യാം. ഇനി നമ്മൾ ഡോറിൻ്റെ ഔട്ട് സൈഡ് വെക്കുന്നതിന് അവിടെ തന്നെ കൊണ്ടുവച്ചേക്കുന്നു. ഡോറിൻ്റെത് രണ്ടെണ്ണം ഉണ്ടല്ലേ. ഐ സി. അപ്പം ഇവിടത്തത് വേണ്ട. ഈ ഒരു സൈഡിലത്തെ വേണ്ട ഗൈസ്. ഓക്കെ ഓക്കെ. തമ്പിലയിൽ എന്തൊരിടം എന്തോ. എവിടെയാണോ സൂര്യൻ ഉദിക്കുന്നത് എനിക്കവിടെ അറിയണം ഗൈസ്. എവിടെയാണ് സൂര്യൻ ഉദിക്കുന്നത്? സൂര്യൻ ഉദിക്കുന്നത് എവിടെ? വേർ ഈസ് ദ സൂര്യൻ ഉദിക്കുന്നത്?
നീ എൻ്റെ കുറച്ച് ഇതുണ്ട് സാപ്പിങ്. അയ്യോ കഥ നടക്കാൻ പറഞ്ഞു. കഥവല്ല കുതവ്. ഓടാ എന്തെങ്കിലുമൊക്കെ തേങ്ങ വിളിച്ച് പറയും. തേങ്ങ ശരി നീ പറയാൻ. ഓ വെയിറ്റ് ചെയ് വീഡിയോ എടുക്കുന്ന. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം കൂടുതൽ ഇപ്പം നോക്കിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് കൂടുതൽ ലെങ്ത് ആയിപ്പോയി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ ഗൈസ്.